കവിത എഴുത്തിൽ വ്യത്യസ്തമായ ഒരു ശൈലിയുമായി വയനാട്ടിൽ നിന്ന് ഒരു എഴുത്തുകാരൻ സജീദ് ആയങ്കിയുടെ മറ്റൊരു രാജ്യത്തെ പ്രണയമൊരു സൈലന്റ് പോയിസൺ എന്ന കവിതയാണ് ഇന്ന് വായിക്കുന്നത്. പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞാൽ ബാപ്പുജിയെ ഹിന്ദു കൊലയാളി ഗോഡ്സെ വെടിവെച്ച് കൊന്ന വർഷത്തിനോട് 50 ആണ്ട് കൂടിയാൽ കിട്ടുന്ന വർഷം. ഞാൻ എൻ്റെ കാമുകിയായ സുഹ്റയെ സ്വപ്നം കണ്ടുറങ്ങുന്ന പാതിരാത്രികളിലെ കുളിർ കാറ്റുകളെ പ്രേമലേഖനത്തിൽ ഒളിപ്പിച്ചു നേരം പുലർത്തുമ്പോൾ എന്നും അവൾ എന്നോട് പറയും, ഒരു മോതിരം, ഒരു ഡസൻ കരിവള, മൂക്കുത്തി, പിന്നിക്കുത്തി, അവൾ എൻ്റെ മുതുകിൽ കുത്തി, അവളുടെ ഉമ്മയുടെ നായർക്ക. ഞാൻ ചോദിച്ചു, അല്ലയോ സുഹ്റ, എന്നെ ഇഷ്ടമാണോ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വിൽ? ഒരു ഹൃദയത്തിൽ നിന്നും അതിൻ്റെ സന്തോഷമായ പോസിറ്റീവ് പ്രവർത്തനത്താൽ നേർരേഖയിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്കുള്ള സ്വയം ആനന്ദമാകുന്ന രശ്മികളുടെ സഞ്ചാരപ്രവാഹങ്ങളുടെ കാൽപ്പനികവും അല്ലാത്തതുമായ വികാര സുഖമേർപ്പാടാണ് ഇഷ്ടം. എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാത്ത സുഹ്റ അവളുടെ വലതു കൈ പിടിച്ച് എന്നോട് നടക്കുവാൻ പറയുമ്പോൾ ഞാനൊരു കള്ളക്കാമുകന്റെ നോട്ടം കട്ടെടുത്ത് വലതു കണ്ണിൽ ഒളിപ്പിച്ചു. എൻ്റെ പ്രേമലേഖനങ്ങൾ കൊണ്ടുണ്ടാക്കിയ വർണ്ണപ്പട്ടങ്ങളിൽ ആകാശത്തേക്കുള്ള അഭയാർത്ഥികളായ സങ്കടങ്ങളുടെ ഒരു കൂട്ടം കറുത്ത കാക്കകൾ, കർക്കിടമാസത്തെ കൊത്തിവലിക്കുന്ന കാഴ്ചകൾ, കറുത്ത വാവുകൾ, ഒരു കരഞ്ഞ രാജ്യത്തെ ജാതിപ്പോരിൽ കൊല്ലപ്പെട്ട ആത്മകഥകൾ. സുഹ്റയ്ക്കെന്നെ ഇഷ്ടമാണ്, ഉപ്പയെപ്പോലെ. എൻ്റെ പേര് രാവണൻ. രാവണന്റെ തലകളുടെ എണ്ണത്തോട് ഏപ്രിൽ മാസത്തിലെ ആകെ ദിവസങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ സമമാണ് എൻ്റെ വയസ്സ്. എൻ്റെ പ്രണയം എനിക്കിപ്പോൾ ഏപ്രിൽ ഫൂൾ. ഉപ്പയാണ് പോലും, എൻ്റെ സ്നേഹം ഉപ്പയാണ് പോലും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് രാവണൻ. ഞാൻ വളയും മാലയും അവളുടെ ഉമ്മയുടെ സകലതും വാങ്ങിയ പാറക്കുട്ടി ഫാൻസിയുടെ ഉടമ, ഇപ്പോൾ മാരുതി കാറിന്റെ ഓണർ, 2 നില വീട്. പാറക്കുട്ടിയെയും എനിക്കിപ്പോൾ ഇഷ്ടമാണ്. അവളുടെ അമ്മ നിർമ്മല ടീച്ചർ എൻ്റെ കണക്ക് ടീച്ചർ. എൻ്റെ ഇഷ്ടം പാറക്കുട്ടിയോട് പറഞ്ഞപ്പോൾ 30 സെന്റിമീറ്റർ സ്കെയിൽ കൊണ്ട് എൻ്റെ ചന്തിയിൽ 4 വര കോപ്പി വരച്ചവർ. ടീച്ചറെയും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ പേര് കോഴി രാവണൻ. റൂട്ട് ജസ്റ്റ് ചേഞ്ച്. മതച്ചൊറിച്ചിലുകളിൽ കൂവുന്ന കോഴികളുടെ രാജ്യത്തെ കോഴി രാജാവ് പൂർണ്ണ നഗ്നൻ. മറ്റൊരു രാജ്യത്തെ പ്രണയം ഇപ്പോൾ നിശബ്ദ കൊലയാളി, ആസിഡ് ആയുധം. കൊല കൊല കൊല. വ്യക്തിസ്നേഹം ഒരു വധശ്രമ സമവാക്യം, രാജ്യസ്നേഹം ഒരു സ്വതന്ത്ര സമവാക്യം. വാക്യം ചില വാക്യങ്ങൾ ഒരുപാട് സ്നേഹത്തിന്റെ ഏറ്റവും കടുപ്പമേറിയ സൂത്രവാക്യങ്ങൾ. പ്രണയത്തെ രാഷ്ട്രീയമായ ബിംബകൽപ്പനകളിലൂടെയും കാലഗണിതമായ കൊളാഷിലൂടെയും വ്യത്യസ്തമായി സമീപിക്കുകയാണ് ഇവിടെ സജീദ് ആയങ്കി എന്ന കവി. വേറിട്ട എഴുത്തിലൂടെ ഇനിയും ഒരുപാട് മുന്നേറാൻ സജീദ് ആയങ്കിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, സ്നേഹം.